ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ JCB വനം വകുപ്പ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. വണ്ടി പിടിച്ചെടുത്ത വനം വകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് മൂന്നാർ DFO അറിയിച്ചു. സർക്കാരിലേക്ക് വണ്ടി കണ്ടുകെട്ടും. അജീഷിന് കോടതിയെ സമീപിച്ച് JCB വീണ്ടെടുക്കാമെന്നും DFO പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ഇതിൽ ആ ഒരു 61 പ്രകാരമുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അത് ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് ഈ വിഷയം സംബന്ധിച്ച വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ആ ഓർഡർ ഇറക്കില്ല. ഇത് കോമ്പൗണ്ട് ചെയ്യേണ്ട കേസല്ലല്ലോ, ഇത് അങ്ങനത്തെ കേസല്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ട്. അത് ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കും, അത്രേ ഉള്ളൂ. എന്നാൽ ചർച്ചയിൽ ഉറപ്പുകളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അജീഷും പറഞ്ഞു. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണിതിറക്കാനുള്ള പൈസയോ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളോ ഇതൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇതിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് ഈ സർക്കാരിലേക്ക് വനം വകുപ്പിലേക്ക് വണ്ടി കണ്ടു കെട്ടിയിട്ടുണ്ട്. ഈ കണ്ടു കെട്ടിയേക്കുന്നതാണ് 61A. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളല്ലേ ഇനിയും ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും വരുന്നത് ബോണ്ടിങ് തന്നെയല്ലേ. ജെയിൻ ചേരുന്നുണ്ട്. ജെയിൻ, വലിയ പ്രതിഷേധമൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉടമയായ വ്യക്തി നടത്തിയത്. എന്നിട്ടും ഇങ്ങനെ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണോ, തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ, അതോ നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുള്ളത് കൊണ്ടാണോ ഈ കാലതാമസം വരുന്നത്? എന്താണ് മനസ്സിലാകുന്നത് ജെയിൻ? പ്രതീക്ഷ, ഇത് നിയമപരമായിട്ടുള്ള നടപടി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേസ് കോടതിയിലുണ്ട്. അപ്പോൾ നേരത്തെ ഈ വാഹനം വനം വകുപ്പ് കണ്ടുകെട്ടിയതാണ്. അതിന്റെ തുടർ നടപടി 61A അനുസരിച്ചുള്ള തുടർ നടപടി പൂർത്തീകരിക്കും. അത് ഒരാഴ്ചക്കകം പൂർത്തിയാക്കും എന്നുള്ളതാണ് DFO വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഒന്നെങ്കിൽ 18 ലക്ഷം രൂപയാണ് വാലുവേഷൻ, ഈ വാഹനത്തിന് വാലുവേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തുകയ്ക്ക് ആനുപാതികമായിട്ടൊരു ബോണ്ട് വനം വകുപ്പിന് നൽകേണ്ടി വരും. അല്ലാത്ത പക്ഷം ഈ വാഹനം ഇറക്കണമെങ്കിൽ അജീഷിന് കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് വനം വകുപ്പിന്റെ നിലപാട്. അതായത് ഈ കേസിൽ യാതൊരു വിട്ടുവീഴ്ചയും വനം വകുപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടികളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകും. അജീഷ് കഴിഞ്ഞ ദിവസമാണ് അവിടെ ജീവൻ ഒടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ വാഹനത്തിന്റെ മുകളിൽ കയറി ഇന്ധനമൊഴിച്ച് കാത്തിരുന്നത്. ഈ പ്രശ്നം ചർച്ച ചെയ്യാമെന്ന് അന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് ചർച്ച നടന്നെങ്കിലും അക്കാര്യത്തിൽ വനം വകുപ്പ് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അജീഷ് ഉന്നയിക്കുന്നത് ഈ ജോലി ചെയ്ത സ്ഥലം, അതായത് JCB ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്ത സ്ഥലം, അത് വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ വരുന്ന സ്ഥലമല്ല, പകരം അത് റവന്യൂ ഭൂമിയാണ് എന്നുള്ളൊരു വാദമാണ് അജീഷ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും വനം വകുപ്പ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ അജീഷ് മുന്നിലുള്ള മറ്റൊരു മാർഗം, ഈ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ് അതിന്റെ OR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് അജീഷിന് മുന്നിൽ ഉള്ള മറ്റൊരു മാർഗം. എന്തായാലും നാളെ വനം വകുപ്പ് വിവരങ്ങൾ നൽകിയായിരുന്നു. ഇപ്പോൾ വാഹനം അങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നു.